ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് ടോപ്പിക്കുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ധാരണയുണ്ട്, ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുക. ഈവൻ ഞാൻ വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന സെയിം കാര്യം തന്നെയാണ്. പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ നിശ്ചിതമായ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക, അതുകൂടാണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഇത്രയൊരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും നമുക്ക് ആകെപ്പാടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചങ്ങ് ജീവിച്ച് തീർത്താൽ പോരെയെന്ന്. അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്ട ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വരുന്ന ജങ്ക് ഫുഡ്സ്, പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഫേവറേറ്റ് ഡിഷസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ മെയിൻ ആയിട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ കൂടുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ ഡെയിലി ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും, ഇൻസുലിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങളുടെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കാം. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക.